നിങ്ങളെല്ലാവരും ലോഗോസ് എന്നും പ്രേമ എന്നും കേട്ടിട്ടുണ്ടാവും. ലോഗോസ് എന്നാൽ എഴുതപ്പെട്ട ദൈവവചനമാണ്. പ്രേമ എന്നാൽ വചനം എഴുതിയ ഒരു കാർഡാണ്. നിങ്ങൾക്ക് എല്ലാം പരിചയമുള്ള പ്രേമ ഇതായിരിക്കും. എന്നാൽ പ്രേമ ഇതിനപ്പുറം ഒരു അർത്ഥമുണ്ട്. എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വിഷമമുള്ള ഒരു കാര്യം വരുമോ, നിങ്ങളോട് ആരെങ്കിലും കുഴപ്പമില്ല, നിങ്ങളുടെ കൂടെ ഞാനുണ്ടെന്നും, അല്ലെങ്കിൽ നിങ്ങളൊരു നല്ല കാര്യം ചെയ്യുമോ, നന്നായിട്ട് ചെയ്തിട്ടുണ്ടെന്നും ആരെങ്കിലുമൊക്കെ പറഞ്ഞാൽ അത് നിങ്ങൾക്ക് വലിയ സന്തോഷമായിരിക്കും. അതുപോലെ നമുക്കൊരു ഇൻസ്പിറേഷൻ ആയിരിക്കും. ഇത് നമ്മുടെ ചുറ്റിലുമുള്ള നമ്മുടെ ബന്ധുക്കളോ അല്ലെങ്കിൽ ഫ്രണ്ട്സോ അല്ലാതെ ഈശോ എപ്പോഴും നമ്മോട് പറയുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, നിങ്ങൾ എവിടേക്കെങ്കിലും അത്യാവശ്യമായിട്ട് പുറത്തു പോകുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് പ്രാർത്ഥിച്ച് ഒരു വചനം എടുക്കാൻ കഴിയും. അപ്പൊ ജോഷുവ 1:9 കിട്ടും. അതായത്, നിന്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിന്നോടൊപ്പം ഉണ്ടായിരിക്കും. അത് കേൾക്കുമ്പോൾ നമുക്കൊരു ആശ്വാസമല്ലേ. അത് നമ്മൾ പോകുന്ന സ്ഥലത്ത് ഈശോ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കുക എന്ന് പറഞ്ഞാൽ നമുക്കൊരു സന്തോഷമുള്ള കാര്യം. അതേപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പോകുന്ന സമയത്ത് ഇപ്പൊ നമ്മൾ എടുക്കുകയാണ് ഒരു വചനം എടുക്കാൻ വേണ്ടി, ഫിലിപ്പിയർ 4:13. അതായത്, എന്നെ ശക്തനാക്കുന്നതിലൂടെ എനിക്ക് എല്ലാം ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ തന്നെ ഞാനിത് ചെയ്യാൻ പോകുന്ന സമയത്ത്, അതായത് ഇത് ഞാൻ പറയാൻ പോകുന്ന സമയത്ത് ഈ വചനമാണ് എനിക്ക് ശക്തി തരുന്നത്. കാരണം ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യത്തിന് ഒന്നും കൂടി ഒരു കോൺഫിഡൻസ് തരുന്നു. അതുപോലെ നമ്മൾ ചെയ്യാൻ പോകുന്ന സമയത്ത്, അതായത് നമ്മുടെ സാഹചര്യങ്ങൾക്കനുസരിച്ച് നമ്മളെ സ്വാധീനിക്കുന്ന ദൈവവചനമാണ് റേമ എന്ന് പറയുന്നത്. നിങ്ങളിൽ പലർക്കും ഈ റേമ അനുഭവം ഉണ്ടായിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ ഈ ക്രിസ്മസ് അവസരത്തിൽ ബൈബിൾ വായനയിലൂടെ നമുക്കെല്ലാവർക്കും